ജീവൻ ഒരു പാവപ്പെട്ട ആളായിരുന്നു. അവൻ കൂലിപ്പണി ചെയ്താണ് വീട്ടിലെ ചെലവെല്ലാം നടത്തുന്നത്. അവന്റെ കുടുംബത്തില് അവന്റെ അമ്മ, അവന്റെ അനിയത്തി പായലുണ്ടായിരുന്നു. ഇന്ന് അമ്മേ ഈ മാസത്തെ ശമ്പളമാ. മോനെ, ഇതെല്ലാം ശരിയാ. നിന്റെ ഈ ശമ്പളം കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോ പായലിന് പ്രായമായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവളുടെ കല്യാണം നടത്തേണ്ടതല്ലേ? ശരി അമ്മേ, എനിക്കിത് നന്നായി അറിയാം. അതാ മറ്റൊരു ജോലി കണ്ടുപിടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നേ. എന്ത് ജോലിയാണ് മോനെ? ഞാൻ ഇന്നലെ ലല്ലുവിനെ കണ്ടിരുന്നു. ബാഹുബലി സേട്ടിന്റെ വയലിൽ രാത്രി കാവൽ നിൽക്കാൻ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. നാളെ മുതൽ ഞാൻ കാവൽ നിൽക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു അമ്മേ. പക്ഷെ മോനെ, നീ ദിവസം മുഴുവൻ ഇത്രയും പണിയെടുക്കുന്നല്ലേ, എന്നിട്ട് രാത്രി മുഴുവനും പണിയെടുക്കണമെന്ന് പറഞ്ഞ എല്ലാം സാധ്യമാകും അമ്മേ. അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ. അടുത്ത ദിവസം തൊട്ട് ജീവൻ രാവിലെ കൂലിപ്പണിയും രാത്രി കാവൽക്കാരന്റെ ജോലി തുടങ്ങി. അതൊരു മഴക്കാലമായിരുന്നു. അന്ന് രാവിലെ ജീവൻ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ വഴിയില് വെള്ളം കെട്ടിക്കിടക്കുന്നതായിരുന്നു ജീവൻ കണ്ടത്. ഒരു പ്രായമായ സ്ത്രീ അവിടെ നിപ്പുണ്ടായിരുന്നു. പ്രായമായ ആ സ്ത്രീയുടെ കയ്യില് ഒരു കൊടയുണ്ടായിരുന്നു. എന്തു പറ്റി അമ്മേ? ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുവല്ലേ, ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെയാ പോകുന്നത്? ഇത്രയുള്ളൂ അമ്മയുടെ പ്രശ്നം. വരൂ, ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചാൽ പോരെ? ജീവൻ ആ പ്രായമായ സ്ത്രീയെ കയ്യിലെടുത്തു. എന്നിട്ട് വെള്ളത്തിലൂടെ നടന്നുപോയി. വളരെ നന്ദിയുണ്ട് മോനെ, നീ നല്ല ഒരു മനുഷ്യനാണ്. അപ്പോഴാണ് അവരവിടെ ഇടിമിന്നൽ കേട്ടത്. ഇനി നല്ല മഴയാണ് വരാൻ പോകുന്നത്. നീ എന്റെ കൊട മേടിച്ചോ? വേണ്ട വേണ്ടമ്മേ, എനിക്ക് കുടയൊന്നും വേണ്ട. ശരി, ഞാൻ പോയി വരാം. നീ കൊണ്ടുപോയിക്കോ മോനെ, നിനക്ക് ഇതിന്റെ ആവശ്യം വരും. ഞാൻ സ്നേഹത്തോടല്ലേ തരുന്നത്, വാങ്ങിച്ചോ. ആ കൊട മേടിക്കാൻ വേണ്ടി ജീവൻ കൈ നീട്ടിയപ്പോ അവന്റെ മുഖത്ത് മഴവെള്ളം വീഴാൻ തുടങ്ങി. അവൻ മുകളിലേക്ക് നോക്കി. കണ്ടില്ല അമ്മേ, കുട വാങ്ങിയ ഉടനെ മഴ പെയ്യുന്നു എന്നും പറഞ്ഞ് ജീവൻ മുന്നിലേക്ക് നോക്കിയപ്പം ആ പ്രായമായ സ്ത്രീയെ കാണാനില്ല. ഇനിയിപ്പോ അവന്റെ കയ്യില് അത്ഭുതമുള്ള കൊട മാത്രമേ ഉള്ളൂ. അല്ല, ആ അമ്മ എവിടെ പോയി? ഇത്രയും പെട്ടെന്ന് അവർ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അവിടെ എന്താ സംഭവിച്ചെന്ന് ജീവനൊന്നും മനസ്സിലായില്ല. അവിടെ മഴ വരാൻ പോകുന്നെന്ന് കണ്ടപ്പം അവന് കുട നിവർത്തണമെന്ന് തോന്നി. അവൻ ആ കുട നിവർത്തിയപ്പോ അതിനകത്ത് നല്ല വെളിച്ചം മാത്രമേ ഉള്ളൂ. സ്വർണം പോലെ ആ കുട തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതെന്താ അത്ഭുതമായിരിക്കുന്നുവല്ലോ. ജീവൻ പെട്ടെന്ന് ആ കുട മടക്കി എന്നിട്ട് ഓടി തിരിച്ചു വീട്ടിലേക്ക് എത്തി. അമ്മേ, അമ്മേ, എവിടെയാണ് അമ്മ? എവിടെയാ? എന്താ, എന്തു പറ്റി ഏട്ടാ? ഇത് കണ്ടില്ലേ അമ്മേ, എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നതെന്ന്? ഇതൊരു കുടയല്ലേ? ഇത് സാധാരണ കുടയൊന്നും അല്ല അമ്മേ. ജീവൻ അവന്റെ അമ്മയ്ക്ക് ആ കുട നിവർത്തി കാണിച്ചു. ഒരിക്കൽ കൂടി അതിനകത്തുനിന്ന് പ്രകാശം വന്നു. എന്നിട്ട് ആ കുട സ്വർണമായിട്ട് മാറി. ഇത് സ്വർണം പോലെയാണല്ലോ തിളങ്ങുന്നത്. ഏട്ടാ, അകത്തെന്തോ എഴുതിയിട്ടുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടും. എന്താണ് ഇതിന്റെ അർത്ഥം? അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അമ്മ ചെന്ന് ഭക്ഷണം എടുത്തു വെച്ചോളൂ. ഇത്രയും പറഞ്ഞതും സ്വർണ്ണ കുടയ്ക്കകത്തുനിന്ന് കഴിക്കാനുള്ള ആഹാരം താഴെ വീണു. ഇത് കണ്ടപ്പം 3 പേരും ഞെട്ടിപ്പോയി. ഈ കുടയ്ക്ക് എന്തോ അത്ഭുതമുണ്ട്. നിനക്കിനി സ്വർണ്ണ നാണയം വേണമെന്ന് പറ. ശരി, എനിക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ വേണം. സ്വർണ്ണ കുടയ്ക്കകത്തുനിന്ന് സ്വർണ്ണ നാണയങ്ങൾ പൊഴിയാൻ തുടങ്ങി. ആ സ്വർണ്ണ നാണയങ്ങളുടെ തിളക്കം കണ്ടപ്പം 3 പേരുടെയും കണ്ണ് തള്ളിപ്പോയി. എന്റെ ദൈവമേ, എന്തുമാത്രം സ്വർണം! ഏട്ടാ, നിങ്ങൾക്ക് കൂടെ എവിടുന്നാ കിട്ടിയത്? ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ജീവൻ അവരോട് ആ പ്രായമായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം അവരെങ്ങനെ മാഞ്ഞു പോയതെന്നും പറഞ്ഞു. നമ്മളെ ദൈവം അനുഗ്രഹിച്ചതാ. ഇങ്ങോട്ട് നോക്കുമോനെ, പായലിന്റെ കല്യാണം എങ്ങനെയാ നടത്തണ്ടേന്ന് ആലോചിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിലുള്ള സ്വർണം വെച്ച് നാട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. അങ്ങനെ തന്നെ ചെയ്യാം അമ്മേ.
ജീവൻ അവന്റെ കൈ കൊണ്ട് ഒരു പിടി സ്വർണ്ണ നാണയം മാറ്റിവെച്ചു. നമുക്ക് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ മതി. ബാക്കിയുള്ള നാണയങ്ങൾ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് കൊടുത്ത് അവരെ നമുക്ക് സഹായിക്കാം. നീ പറഞ്ഞ ശരിയാ മോനെ. ഇനി എന്തു വേണം? ജീവൻ ആ സ്വർണ്ണ നാണയങ്ങൾ നാട്ടിലുള്ള പാവങ്ങൾ എല്ലാവർക്കും കൊടുത്തു. ഈ കാര്യം ലല്ലു ചെന്ന് ബാഹുബലിയോട് പറഞ്ഞു. അതെ മുതലാളി, ആ ജീവനുണ്ടല്ലോ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും സ്വർണം കൊടുത്തുകൊണ്ടിരിക്കുക. അവന് ഒരു പിച്ചക്കാരനാണ്. പണത്തിനു വേണ്ടി വീടാനന്തരം കയറി ഇറങ്ങി നടന്നത്. അവൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്വർണം എവിടെ നിന്ന് കിട്ടിയത്? ഒരുപക്ഷെ നമ്മുടെ വയലിൽ നിന്ന് അവൻ എന്തെങ്കിലും നിധി കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ നടക്കാനാ സാധ്യത. ആ സ്വർണത്തിന് എനിക്ക് അവകാശമുണ്ട്. എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ ലല്ലു, നീ ഒരു കാര്യം ചെയ്യണം. ഇതിന്റെ രഹസ്യം ഒന്ന് നീ കണ്ടുപിടിക്കണം. ബാഹു ലല്ലുവിനോട് ജീവന്റെ മുകളിൽ ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞു. ലല്ലു നോക്കിയപ്പം ജീവൻ ആ കുട നിവർത്തുമ്പോഴെല്ലാം അതിന്ന് സ്വർണ്ണ നാണയം ചോദിക്കുമ്പോഴെല്ലാം അതിന്ന് സ്വർണ്ണ നാണയം വീഴാറുമുണ്ട്. ഓ, അപ്പോ ഈ മാന്ത്രിക കൂടെയായിരുന്നു രഹസ്യം അല്ലേ? എത്രയും പെട്ടെന്ന് ഇത് മുതലാളിയെ അറിയിക്കണം. ലല്ലു അവിടുന്ന് ഓടി നേരെ ബാഹുബലിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് കണ്ട കാര്യമെല്ലാം അയാളോട് പറഞ്ഞു. സത്യമായിട്ടും ആ കൂട മാന്ത്രിക കൂടെ തന്നെയാണോ? അതിന്ന് സ്വർണ്ണമഴ പെയ്യുന്നത് സത്യം തന്നെയാണോ? അതെ മുതലാളി, കൂട തുറക്കുമ്പോ തന്നെ സ്വർണ്ണ നാണയങ്ങളിൽ ചാടുക. സ്വർണ്ണ നാണയങ്ങളിൽ മഴ പോലെ പെയ്തോണ്ടിരിക്കുക മുതലാളി. ശരി, വാ, നമുക്ക് ആ കൂട എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം. ബാഹുബലി നല്ല ദേഷ്യത്തില് ജീവന്റെ വീട്ടിലെത്തി. ആ സ്വർണ്ണക്കൂടയുടെ അവകാശി ഈ ഞാനാണ്. എന്നിട്ട് ബാഹുബലി ജീവന്റെ കയ്യിൽ നിന്നും ആ കുട തട്ടിയെടുത്തു. പക്ഷെ ബാഹുബലി ആ കുട നിവർത്തിയപ്പം അതിനകത്തുനിന്ന് വൃത്തികെട്ട ചെളി ബാഹുബലിയുടെ മുഖത്തോട്ട് വീണു. നീയല്ലേ പറഞ്ഞത് ഇത് സ്വർണ്ണക്കൂടയാണെന്ന്? ഇന്ന ജീവൻ, നിന്റെ കൂടെ നീ തന്നെ വെച്ചോളൂ. ലല്ലു, നിന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. വേണ്ട മുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്. ബാഹുബലി ലല്ലുവിനെ അവിടെ വെച്ച് തല്ലി. എന്നിട്ട് രണ്ടുപേരും അവിടുന്ന് പോയി. പിന്നെ ജീവൻ ആ കുട അവിടുന്ന് എടുത്തു. ഈ കുടയുടെ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. നമ്മൾ ഇനി എങ്ങനെയാണ് പാവങ്ങളെ സഹായിക്കുക? ജീവന് വിഷമമായി. പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി കുട നിവർത്താൻ നോക്കി. പക്ഷെ അവൻ നിവർത്തിയപ്പം കുടയ്ക്കകത്തുനിന്ന് പ്രകാശം വന്നു. എന്നിട്ടത് സ്വർണ്ണ കുടയായിട്ട് മാറി. ഇതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. സ്വർണ്ണക്കുട സ്വർണ്ണ മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. മറ്റുള്ളവരെ തീർച്ചയായിട്ടും സഹായിക്കണം. 3 പേരും സന്തോഷിച്ചു. ഈ സ്വർണ്ണക്കുട കൊണ്ട് അവർക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റുമെന്ന്. ജീവന് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ആ കുട സ്വർണ്ണക്കുടയായിട്ട് മാറി സ്വർണം കൊടുക്കാറുള്ളത്. എന്നിട്ടും ബാഹുബലിയുടെ മനസ്സിൽ അത്യാഗ്രഹമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ആ സ്വർണ്ണക്കുട അയാൾക്ക് ചെളി കൊടുത്തത്. ഈ കഥയില് നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിൽ നന്മയുള്ളവർക്ക് നല്ലതേ വരൂ.